ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഫലൂദ കാച്ചിയത് ഉണ്ടാക്കാം. ഇത് ഗോതമ്പ് പൊടി കൊണ്ടും മൈദ കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ്. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതുണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതുണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പാൽ ചേർക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്തത്. പാലിന് കട്ടി കുറവാണെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഇളക്കി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം. ഇത് തിളച്ചു വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് മിക്സ് ഒന്ന് ഇളക്കി ചേർത്ത് ഇനി ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി കട്ട പിടിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. ഇത് കുറച്ച് സമയമെടുത്ത് ഇളക്കി കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുകി പോകരുത്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകുന്നതാണ്. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി ഇതിലേക്കുള്ള താളിപ്പുണ്ടാക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് 4-5 ചെറിയുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിക്കാം. ഇതൊന്ന് മൂത്ത് വന്നാൽ കുറച്ച് കാഷ്യൂ, കുറച്ച് ബദാമും കട്ട് ചെയ്തത് ചേർത്ത് മൂപ്പിക്കാം. മുന്തിരി വേണമെങ്കിൽ മുന്തിരിയും ചേർക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ മൂപ്പിച്ച് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ഫലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്.